ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ഇവളെ ഞങ്ങളങ്ങ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണെന്നും മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ ഇവള് തന്നെ അമൃത എവിടെയാണെന്ന് പറയുമെന്നും ജയേഷ് പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് വസുന്ധര പറയുന്നുണ്ടെങ്കിലും ജയേഷ് കോൺസ്റ്റബിളിനോട് പറയുകയാണ് ശ്യാമയെ ജീപ്പിലേക്ക് കയറ്റാൻ. അങ്ങനെ ശ്യാമയെ ജീപ്പിലേക്ക് കയറ്റാനായി ജയേഷും കോൺസ്റ്റബിൾമാരും കൂടി പോകുമ്പോൾ അങ്ങോട്ടേക്ക് അഖിൽ വരികയാണ്. എന്താ ഇവിടെ പോലീസൊക്കെ എന്ന് അഖിൽ ചോദിക്കുമ്പോൾ ജയേഷ് പറയുകയാണ്, നിന്റെ ഭാര്യയെ ഞങ്ങളൊന്ന് സ്റ്റേഷൻ വരെ കൊണ്ടുപോവുകയാണ്. കൊടുക്കേണ്ടതൊക്കെ അവിടെ ചെന്ന് കൊടുക്കാമെന്ന് ജയേഷ് പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, സാറിന് അറിയാമല്ലോ ഈ കത്തിലുള്ളതൊന്നും സത്യമല്ലെന്ന്. ഇത് കേൾക്കുന്ന വർമ്മ പറയുക, ദേ ജയേഷേ, കുടുംബപരമായ വഴക്കുകളൊന്നും ഇങ്ങനെയല്ല തീർക്കേണ്ടത്. മോളെ വെറുതെ വിടാൻ വർമ്മ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, മോളെയല്ല മോനെ. ഞാനും നിങ്ങളുടെ മകനും തമ്മിൽ ചെറിയ ചില കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ അങ്ങ് തീർക്കാമെന്ന് ഞാൻ കരുതിയെന്ന് ജയേഷ് പറയുമ്പോൾ എങ്കിൽ തീർക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ജയേഷിന് നേരെ ചെല്ലുകയാണ് അഖിൽ. ചുണയുണ്ടെങ്കിൽ ദേഹത്ത് തൊട്ട് നോക്കടാ, ഈ യൂണിഫോമിന്റെ വില എന്താണെന്നേ അപ്പോൾ നീ അറിയും. ജയേഷേ, എന്റെ ഭാര്യ എന്തിനാ നീ ഇപ്പോൾ കസ്റ്റഡിയിൽ കൊണ്ടുപോകുന്നത്? നീ കാര്യം പറയാൻ അഖിൽ പറയുമ്പോൾ ജയേഷ് പറയുകയാണ്, ദേ ഈ കത്ത് കണ്ടില്ലേ, ഇതിലുണ്ടെല്ലാം. ഇത് കേൾക്കുന്ന അരുൺ ചോദിക്കുകയാണ്, എന്താ ആ കത്തിൽ പറയുന്നുണ്ടോ ശ്യാമയാണ് അമൃതേട്ടത്തിയെ തട്ടിക്കൊണ്ടുപോയതെന്ന്? എങ്കിൽ അമൃതേട്ടത്തി തന്നെ പറയട്ടെ. ഇത് കേൾക്കുന്ന ജയേഷും ഐശ്വര്യമൊക്കെ ഒരു അമ്പരപ്പോടെ അരുണിനെ നോക്കുമ്പോൾ അഖിൽ ചെന്ന് അമൃതയെ കാറിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരികയാണ്. അമൃതയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ജയേഷും ഐശ്വര്യയും. ആദ്യമായിട്ടായിന്ന് ആദിയെ നോക്കി അമൃത വിളിക്കുമ്പോൾ ആദി അമൃതയെ നോക്കുന്നില്ല. അമൃതേട്ടത്തി തന്നെ പറ, അമൃതേട്ടത്തിക്ക് ശ്യാമയോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അമൃത ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. എന്നിട്ട് ശ്യാമയോട് പറയുകയാണ്, ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അത് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. തുടർന്ന് അഖിൽ ജയേഷിനോട് ചോദിക്കുകയാണ്, എന്തു പറയുന്നു സാറേ? സാർ ഇവിടെ വന്ന് കുറെ ഷോ കാണിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. കാരണമില്ലാതെ എന്റെ ഭാര്യയെ അപമാനിച്ചതിന് നിനക്കൊന്ന് തന്നിട്ടേ ഞാൻ വിടൂ. അത്രയും പറഞ്ഞ് അഖില് ജയേഷിനൊരെണ്ണം കൊടുക്കാൻ ഊങ്ങുമ്പോൾ അഖിലെ മാറി നിൽക്കെന്ന് പറഞ്ഞ് വർമ്മ അഖിലിന്റെ മുമ്പിലേക്ക് കയറി നിന്ന് ജയേഷിന്റെ കരണം പുകച്ചൊന്ന് കൊടുക്കുകയാണ്. ബന്ധം കൊണ്ടേ ഞാൻ നിന്റെ അമ്മാവനാണ്, ആ അധികാരത്തിലാ ഞാനിപ്പോ തല്ലിയത്. എനിക്കെതിരെ നടപടിയെടുക്ക് കാണട്ടെ എന്ന് വർമ്മ പറയുമ്പോൾ അഖില് പറയുകയാണ്, ഞങ്ങളെ അകത്തൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഞങ്ങളാദ്യം അതൊന്ന് കാണട്ടെ. നീ ഓവറാക്കിയിട്ടുണ്ടെങ്കിലേ നിന്റെ തൊപ്പി എന്താണെങ്കിലും ഞങ്ങൾ തെറിപ്പിച്ചിരിക്കും. നിന്ന് തല്ലുകൊള്ളാതെ ഇറങ്ങിപ്പോടാ ജയേഷേ എന്ന് അരുണും പറയുമ്പോൾ ജയേഷും കോൺസ്റ്റബിൾമാരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ അമൃത പറയുകയാണ്, ഞാൻ കാരണം എല്ലാവരും ബുദ്ധിമുട്ടി വിഷമിച്ചു, ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. അമൃതേട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് എന്ത് തെറ്റാ ചെയ്തത് അത് പറയാൻ ശ്യാമ പറയുമ്പോൾ അമൃത പറയുകയാണ്, ശ്യാമേ അത് വിട്ടേക്ക്. എന്താ ഏട്ടത്തി പറയുന്നത്? ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളാ ഏട്ടത്തി ആ കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ എന്നെ കുറ്റവാളിയാക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ വിട്ടേക്കാനോ? എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കൊന്ന് കിടക്കണമെന്ന് അമൃത പറയുമ്പോൾ അഖിലും പറയുകയാണ്, അതെ ഏട്ടാ, ഏട്ടത്തി ഒന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ. ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ്, റെസ്റ്റൊക്കെ പിന്നെ ആകാം, ഞാനേ ഇവരുടെ വിവാഹം ഏറെ മോഹിച്ചിരുന്ന ഒന്നായിരുന്നു. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, അത് നമുക്ക് ഇനിയും നടത്താമല്ലോ അമ്മേ. മുഹൂർത്തം കഴിഞ്ഞിട്ട് ഇനി എന്ത് താലികെട്ട്, ഇനി വിധി എപ്പോഴാണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. തുടർന്ന് വർമ്മ പറയുകയാണ്, മോൾ അറിയണം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അമ്മ എല്ലാവരും താലികെട്ടാൻ നിർബന്ധിച്ചതാണ്. എന്നിട്ടും അമൃതേട്ടത്തിയെ കാണാതെ തനിക്കൊരു താലികെട്ട് വേണ്ടെന്നാ ശ്യാമ പറഞ്ഞത്. അമൃതേട്ടത്തിയെ കാണാതായപ്പോൾ ശ്യാമ ആകെ തളർന്നു വീണു. അത് ഏട്ടത്തിക്ക് അറിയാമോ എന്ന് അരുണും ചോദിക്കുന്നു. മോള് ഈ കല്യാണം മുടങ്ങാൻ വേണ്ടി തന്നെയല്ലേ വീട് വിട്ടു പോയതെന്ന് വസുന്ധര ചോദിക്കുമ്പോൾ അമൃത പറയുകയാണ്, അതെ. എന്താ ഏട്ടത്തി നടന്നത് എന്താന്ന് വെച്ചാ ഏട്ടത്തി തുറന്നു പറയാൻ അരുൺ പറയുന്നു. തുടർന്ന് അമൃത പറയുകയാണ്, കുറേ ദിവസമായിട്ട് എൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. ഈ കല്യാണം മുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച വഴിയാണിത്. തുടർന്ന് അമൃത പറയുകയാണ്, ആദ്യേട്ടൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഞാൻ ആ കത്തെഴുതി വെച്ച് ഇവിടെ നിന്ന് പോയത്. തുടർന്ന് അഖിൽ പറയുകയാണ്, ആദ്യേട്ടനാ സൂചന തന്നത് ജഗന്നാഥന്റെ താവളത്തിൽ വല്ലതും ഇനി ഉണ്ടാകുമോ എന്ന്. തുടർന്ന് പണ്ട് ജഗന്നാഥന്റെ വലങ്കയായിരുന്ന ഒരു ജോസിനെ എനിക്കറിയാമായിരുന്നു. അയാളെ വിളിച്ചു വരുത്തിയ ഞാൻ ജഗന്നാഥന്റെ താവളമൊക്കെ കണ്ടെത്തിയത്. അങ്ങനെ ഞാനും ജോസും കൂടിയാണ് ആ താവളത്തിൽ പോയി ഏട്ടത്തിയെ രക്ഷിച്ചതെന്ന് അഖിൽ പറയുന്നു. എല്ലാം കേട്ടതിന് ശേഷം വസുന്ധര പറയുകയാണ്, ആ ജഗന്നാഥനെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ടമ്മേ, അയാളുമായിട്ടുള്ള കണക്കുകളൊക്കെ ഞങ്ങൾ തീർത്തോളാമെന്ന് അരുൺ പറയുന്നു. അമ്മേ, നമുക്ക് താലികെട്ട് നടത്തിയാലോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, വേണ്ട മോനെ, എന്താണെങ്കിലും മുഹൂർത്തം കഴിഞ്ഞല്ലോ. ഇനി ഞാൻ ജോത്സ്യനെ വിളിച്ച് മുഹൂർത്തമൊക്കെ നോക്കട്ടെ, എന്നിട്ട് മതി വിവാഹം. ജോത്സ്യൻ വന്നാലും ഇത് നടക്കരുതെന്നേ അദ്ദേഹം പറയൂ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അത് ജോത്സ്യനല്ലേ മോളെ പറയേണ്ടതെന്ന് വർമ്മ ചോദിക്കുന്നു. തുടർന്ന് ശ്യാമ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അഖിലും ശ്യാമയുടെ പിന്നാലെ ചെല്ലുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞാൻ എത്ര കൊതിച്ചതാണെന്നറിയാമോ ഈ ദിവസത്തിന് വേണ്ടി. എല്ലാം തകർന്നില്ലേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തകർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. എടോ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അമൃതേട്ടത്തിയെ കണ്ട് പ്രശ്നം എന്താണെന്ന് സംസാരിക്കുകയാണ്. അമൃതേട്ടത്തിയുടെ ദേഷ്യം എന്നോട് മാത്രമാണ് സാർ.
എന്നെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയാ ഏട്ടത്തി ഇങ്ങനെയൊക്കെ ചെയ്തത്, സാറൊന്നും ചോദിക്കണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ ഞാൻ എന്താണെങ്കിലും ചോദിക്കുമെന്ന് അഖിലും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.